C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ ഇത് കണ്ടോ? മുമ്പത് കാണുമ്പോ ഒരു സുഖമായിരുന്നു. ഒരു പനിനീർപ്പൂ കാണുന്ന കുളിർമയായിരുന്നു കണ്ണുകൾക്ക്. ഇപ്പോഴത് നെഞ്ചിലെവിടെയായിരുന്നു കുത്തി നോവിക്ക. ഒരിക്കല് കൈവിട്ടു പോയിന്ന് കരുതിയതാ. ഒരർത്ഥത്തില് അന്നേ അതങ്ങ് കൈവിട്ടു പോയാൽ മതിയായിരുന്നു, അല്ലേടാ ആശാനെ? അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അന്ന് എനിക്കല്ല അയാളോട് പ്രണയമുള്ളൂ. അയാളുടെ ഉള്ളിൽ എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുക എന്നുള്ളത് കൂടുതൽ എളുപ്പമായിരുന്നു. ഇതിപ്പോ അയാളുടെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് എടാ ശാലിനി വെറും പാവാടാ. അയാളുടെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ആശാനെ ഏട്ടത്തിയമ്മ ആശാനോട് പോലും ഉള്ള സത്യം തുറന്നു പറയാത്തത്? അതാണ് എനിക്കും മനസ്സിലാവാത്ത. എങ്കിലതിന് തക്കതായൊരു കാരണം തന്നെ ഉണ്ടാവും ആശാനെ. കാരണം എന്തായാലും ഇതുവരെ എത്തിയില്ലടാ. എല്ലാം അവസാനിച്ചു. വിഷ്ണു, മുഹൂർത്തം അതാറായി, താഴേക്ക് വാ. എന്താ സുസ്മിത, കല്യാണമായിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? നീയല്ലേ പറഞ്ഞത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യം ഇതെന്ന്? അതിലൊന്നും മാറ്റമില്ലടി. പക്ഷേ എന്റെ മുഖം തെളിയണമെങ്കിൽ കെട്ട് കഴിയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വിഷവ്യത്തിനെ പറ്റി? വിഷ്ണുവേട്ടന്റെ എക്സ് വൈഫ് ശാലിനി. ഈ കല്യാണം മുടക്കാൻ അവൾ എന്ത് കുതന്ത്രവും മെനയും. അവളെന്നെ വെല്ലുവിളിച്ചതാ ഈ കല്യാണം നടക്കില്ലെന്നും പറഞ്ഞു. പിന്നെതിരാടി നീ അവളെ എവിടെ താമസിക്കാൻ സമ്മതിച്ചത്? അത് ഭാമാന്റിയുടെ സേഫ്റ്റിക്കായിരുന്നു. ഈ കല്യാണം നടക്കുന്നത് അവളുടെ കൂടെ അറിവിലും സമ്മതത്തിലുമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു ഭാമാന്റിക്ക്. ശാലിനിയുടെ സമ്മതമില്ലാതെ ഈ കല്യാണം നടന്ന അവരുടെ മകൾ പ്രീതിയുടെ ഭർത്താവിന് വേറെ കല്യാണം നടത്തുമെന്ന ഒരു വെല്ലുവിളി മുന്നിലുണ്ടായിരുന്നു. ആദ്യം എനിക്കതൊരു തലവേദനയായി തോന്നിയെങ്കിലും ഇപ്പൊ എനിക്കിതൊരു ലഹരിയാ. വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിനും കൂടെ കൈപിടിക്കുന്നതിനും അവൾ സാക്ഷിയാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.